കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 5.0. ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് സെഷൻ ആണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഫോർ MPH004 ക്വാണ്ടം മെക്കാനിക്സ് 1 MSc ഫിസിക്സ് ലേണേഴ്സിന് വേണ്ടിയിട്ടുള്ള പേപ്പറാണ്. ഈ ഡിസംബറിൽ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും വേണ്ടിയിട്ട് ഫസ്റ്റ് സെമസ്റ്ററിൽ ഒരു പേപ്പറാണ് MPH004 ക്വാണ്ടം മെക്കാനിക്സ് 1 എന്ന് പറയുന്നത്. ആസ് യു ഓൾ നോ, നമ്മൾ ഈ ഡോക്യുമെന്റിൽ നോക്കാൻ പോകുന്നത് സിലബസ് ഡീകോഡിംഗ് ആണ്. സിലബസ് ഡീകോഡിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഹോൾ സിലബസിന്, അതായത് ക്വാണ്ടം മെക്കാനിക്സിന്റെ പ്രീവിയസ് ആയിട്ടുള്ള, അതായത് ഒരു ഹാഫ് നമ്മൾ ബ്ലോക്സ് ആക്കിയിട്ടും യൂണിറ്റ്സ് ആക്കിയിട്ടും ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഒരു സംഭവത്തില് നമ്മുടെ സിലബസിനകത്ത് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന പോർഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും സിലബസ് മാപ്പിംഗിൽ നോക്കുന്നുണ്ടാവുക. Then we'll go for exam pattern analysis. Exam pattern analysis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അതിന്റെ പ്രോബബിലിറ്റി എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ എക്സാം പാറ്റേൺ അനാലിസിസിൽ ചെയ്യുന്നുണ്ടാവാം. നെക്സ്റ്റ് റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ, അതായത് കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, കോമ്പിനേഷൻ ഓഫ് ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് നോക്കുന്നുണ്ടാവുക. Based on all these understandings, we'll go for a topic probability and prediction. ഈ ഒരു എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ടോപ്പിക്സ് എന്തൊക്കെയാണ്, ഏറ്റവും കൂടുതൽ നിങ്ങൾ കോൺസെൻട്രേഷൻ ഏതൊരു പാർട്ടിലാണ് കൊടുക്കേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷനിൽ നമ്മൾ നോക്കുന്നുണ്ടാവുക. Then we'll go for a mock predictive paper, അതായത് ഒരു 50 മാർക്സിന്റെ പേപ്പർ, അതായത് 50 മാർക്സ് ഇപ്പൊ 4 ക്രെഡിറ്റ്സ് ആകുമ്പോൾ 50 മാർക്സ്, ആ ഒരു പേപ്പറിന്റെ ഒരു പ്രെഡിക്റ്റീവ് പാറ്റേൺ എന്തായിരിക്കും എന്നുള്ളതും പിന്നെ അതിന്റെ മോഡൽ ആൻസേഴ്സും മാർക്കിംഗ് സ്കീമും ഒക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. ഈ മെത്തഡോളജി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം യൂസ് ചെയ്തിട്ടാണ്. സോ സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ്. അപ്പൊ നമ്മുടെ ഈ 3 ബ്ലോക്ക് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിരിക്കുന്നത്. പിന്നെ അപ്ലിക്കേഷനും, അത് കഴിഞ്ഞിട്ട് ഹിൽബർട്ട് സ്പേസുമാണ്. അപ്പോ നിങ്ങൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്ത് പഠിക്കേണ്ട ബ്ലോക്ക് ഏതൊക്കെയാണ്? ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 3. എന്തുകൊണ്ട് ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 3 എന്ന് പറയുമ്പോൾ ഇതിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. പക്ഷെ റിലേറ്റീവ് റേറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ആപ്ലിക്കേഷൻ ആൻഡ് ക്വാണ്ടം മെക്കാനിക്സും അത്യാവശ്യം ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഇതാണ്. നിങ്ങൾക്ക് ഓൾറെഡി ലൈവ് എടുത്ത സമയത്തും അല്ലാതെ എക്സാം സ്പെഷ്യൽ സെഷൻ എടുത്ത സമയത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈച്ച് ബ്ലോക്ക്, ക്വാണ്ടം മെക്കാനിക്സിന്റെ ഈച്ച് ബ്ലോക്ക് എന്ന് പറയുന്നത് പല രീതിയിലുള്ള പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഇൻട്രൊഡക്ഷൻ ടു ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെയാണ് ഹിൽബർട്ട് സ്പേസ് എന്ന് പറയുമ്പോൾ അതിൽ കമ്മ്യൂട്ടേറ്റർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് കൂടുതൽ നമ്മൾ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് ന്യൂമറിക്കൽസിനാണ്. വേറെ എവിടെയും പോകേണ്ട, ടെർമിനൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയാൽ. നേരെ മറിച്ച് ആപ്ലിക്കേഷൻ ഇൻ ക്വാണ്ടം മെക്കാനിക്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ പൊട്ടൻഷ്യൽ ബാരിയർ, സ്റ്റെപ്പ് വെൽ പൊട്ടൻഷ്യൽ, എന്താ പറയാ, പൊട്ടൻഷ്യൽ വെൽ, അങ്ങനെയൊക്കെ പറയുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള എന്നാൽ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഏരിയസ് ആയിരിക്കും അതിനകത്ത് ചോദിക്കുന്നുണ്ടാവുക. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹീറ്റ് മാപ്പ് ആണ്. ഏത് യൂണിറ്റിൽ ഡാർക്കർ കളർ ഷോ ചെയ്യുന്നത് ഏത് യൂണിറ്റ് ഏത് ബ്ലോക്ക് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് അറിയാൻ പാകത്തിന്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു റെലവൻസ് ചാർട്ട് എന്ന് പറയുന്നത്. എത്ര തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എന്നുള്ളത്. ബ്ലോക്ക് 1 7 തവണ, ബ്ലോക്ക് 2 5 തവണ, ബ്ലോക്ക് വീണ്ടും ബ്ലോക്ക് 1 വീണ്ടും ഈ ഒരു പോർഷൻ 4 തവണ. അപ്പൊ അതായത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ, പ്രോബബിലിസ്റ്റിക് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്, അതായത് ആ പ്രോബബിലിറ്റി, നോർമലൈസേഷൻ കോൺസ്റ്റന്റ്, അങ്ങനത്തെ ഒക്കെ ചോദിക്കില്ല. ടൈം ഇൻഡിപെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ, ടൈം ഡിപെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് 7 തവണയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് ഓൾറെഡി നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യാനുള്ളത്. ഷ്രോഡിഞ്ചർ ഇക്വേഷന്റെ ടൈം ഇൻഡിപെൻഡന്റും ടൈം ഡിപെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷനും രണ്ടും നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് ചോദിച്ചിരിക്കുന്നത്. ബ്ലോക്ക് 2 വരുമ്പോൾ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ മാത്രമല്ല കേട്ടോ, അല്ല ബാക്കി പോർഷൻസും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ 5 തവണ ചോദിച്ചിട്ടുണ്ട്.
ദെൻ ഒബ്സർവബിൾസ് ആൻഡ് ഓപ്പറേറ്റേഴ്സിലെ എക്സ്പെക്ടേഷൻ വാല്യൂ, ഹെർമിഷ്യൻ ഓപ്പറേറ്റർ എന്നൊക്കെ പറയുന്നത്. പിന്നെ നമ്മുടെ ആംഗുലർ മൊമെന്റം വെക്ടേഴ്സ്. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എൽ സ്ക്വയറിന്റെ, എൽ സെഡിന്റെ, എൽ സെഡ് സ്ക്വയറിന്റെ ഒക്കെ ഒരുപാട് കമ്മ്യൂട്ടേറ്റിംഗ് ഓപ്പറേറ്റേഴ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എ കോമ ബി സി ചെയ്യുമ്പോൾ എങ്ങനെയാണ് കിട്ടുക, എ ബി കോമ സി പ്ലസ് എ ബി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ ഓപ്പറേറ്റർ മെത്തേഡ് ഒക്കെ പഠിച്ചിട്ടില്ലേ, അത്. പിന്നെ നമ്മുടെ ബ്ലോക്ക് ട്രീയിൽ സ്റ്റേൺ ആൻഡ് ഗിർലാക്ക് എക്സ്പെരിമെന്റ്, സ്പിന്നിനെ സൂചിപ്പിക്കുന്ന സ്റ്റേൺ ആൻഡ് ഗിർലാക്ക് എക്സ്പെരിമെന്റ് ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആണ് അത് എന്നുള്ളത്. പിന്നെ സ്പിൻ ഓപ്പറേറ്റേഴ്സ്, പോളീസ് മെട്രിസസ്, അത് 3 തവണ. സ്പിരിക്കലി സിമെട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നതും 2 തവണയൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി പോർഷൻസും നമ്മുടെ ലാഡർ ഓപ്പറേറ്റേഴ്സ്, ലാഡർ നമ്പേഴ്സ് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ചോദിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. അൺസർട്ടനിറ്റി പ്രിൻസിപ്പളിനെയൊക്കെ ബേസ് ചെയ്തിട്ട്. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ 2 തവണയെ ചോദിച്ചിട്ടുള്ളൂ. അൺസർട്ടനിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ഒന്നുകിൽ പൊസിഷൻ അൺസർട്ടനിറ്റി അല്ലെങ്കിൽ എനർജി ടൈം അൺസർട്ടനിറ്റി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. പിന്നെ ബാക്കി ടോപ്പിക്സും കൂടെ നിങ്ങൾ നോക്കി പോയാൽ മതി. ഓക്കെ, അത്രയും. ഇപ്പൊ ആ ഒരു ടേബിള്, ഈ മൊത്തത്തിലുള്ള ടേബിൾ, ഇനി നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സിനെ ഒന്നും നോക്കി തുടങ്ങിയിട്ടില്ല, ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം യു ആർ ഗോയിങ് ടു ലുക്ക് ഫോർ സെഷൻസ് എന്നാണെന്നുണ്ടെങ്കിൽ ഈ യൂണിറ്റ്സ് അതുപോലെ തന്നെ ഈ ടോപ്പിക്സ് നല്ല രീതിക്ക് പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അത് നിർബന്ധമാണ്. അപ്പൊ തന്നെ നിങ്ങൾ ഓൾമോസ്റ്റ് പഠിച്ചിട്ടുണ്ടാവും. ക്വാണ്ടം മെക്കാനിക്സ് സത്യത്തിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതും അത്യാവശ്യം നല്ല ഈസി ആയിട്ടുള്ള പേപ്പറുമാണ്. പക്ഷെ നിങ്ങളുടെ പേടി കൊണ്ടും ഇതൊരു പുതിയ സബ്ജക്റ്റ് ആണെന്നുള്ളൊരു പ്രിജുഡിസ്റ്റിക് മൈൻഡോട് കൂടി ഈ സബ്ജക്ട് നോക്കുന്നതിന്റെ ഒരു പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ ഹൈൽഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്തൊക്കെയാണ്? ഷ്രോഡിഞ്ചർ ഇക്വേഷന്റെ ടൈം ഡിപെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്ന അതിന്റെ സൊല്യൂഷൻ ഒക്കെ, സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ, ആംഗുലർ മൊമെന്റത്തിന്റെ, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്നത്. പിന്നെ ഹിൽബർട്ട് സ്പേസിൽ നോക്കുമ്പോൾ സ്റ്റേൺ ആൻഡ് ഗിർലാക്ക് എക്സ്പെരിമെന്റ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഹെർമിഷ്യൻ ഓപ്പറേറ്റേഴ്സ്, പ്രൊജക്ടേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് പിന്നെ ചോദിച്ചു കണ്ടിരിക്കുന്നത്. ഇത്രയാണ് സിലബസ് ഡീകോഡിംഗിൽ വരുന്നത്. ഇനി കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. പക്ഷെ അതിന്റെ മാർക്ക് മാത്രമാണ് വേരി ചെയ്യുന്നത്. ചിലപ്പോൾ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടോ ചിലപ്പോൾ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടോ ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ചോദിക്കാനുള്ള ചാൻസ് എന്താ? ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ പോയാലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്തോളൂ. 10 മാർക്കിന്റെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒന്നിന്റെ അഡ്ജോയിനിങ് ആയിട്ടൊക്കെ ആയിരിക്കും 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ വരിക. ഓക്കെ, അതായത് ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിനെ നോർമലൈസ് ചെയ്യാൻ പറയുന്നു, അത് കഴിഞ്ഞിട്ട് അതിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറയുന്നു, അല്ലെങ്കിൽ അതിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ കണ്ടുപിടിക്കാൻ. അതൊക്കെ ഒരുമാതിരി 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് നോർമലൈസേഷൻ ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം സ്റ്റെപ്സ് വരുന്നുണ്ട്. പിന്നെ അതിനെ യൂസ് ചെയ്ത് എക്സ്പെക്ടേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. എക്സ്പെക്ടേഷൻ കണ്ടുപിടിക്കുമ്പോൾ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഓഡ് ഇൻഡിജേഴ്സ് ആണെങ്കിൽ മോസ്റ്റ്ലി അത് 0 ആയിട്ടാണ് വരിക. ഈവൻ ഇൻഡിജേഴ്സ് ആകുമ്പോഴത്തേക്കും, ഇൻഡിജേഴ്സ് പോട്ടെ, ഫംഗ്ഷൻസ് ആകുമ്പോഴത്തേനും വാല്യൂ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അത് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. പിന്നെ ഡെറിവേഷൻ ആൻഡ് പ്രൂഫ്, കൺസെപ്ഷ്യൽ എസ്സേ, ഡെറിവേഷൻ ആൻഡ് പ്രോബ്ലം സോൾവിംഗ് എന്നൊക്കെ പറയുന്ന പല ടൈപ്പ് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ജൂൺ 2024 മുതൽ ജൂൺ 2025 വരെയുള്ള സൈക്കിളിൽ, അതായത് ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെയാണ് നമ്മൾ അനാലിസിസിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നുവിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി, കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിന്റെ ക്വസ്റ്റ്യൻസ്, അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആയിട്ടും ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട് ന്യൂമറിക്കൽസിന് എന്നൊക്കെ പറഞ്ഞാൽ. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് അത് ചിലപ്പോൾ 3 മാർക്കിനോ 4 മാർക്കിനോ അങ്ങനെയൊക്കെ ചോദിക്കാം. കൂടിപ്പോയാൽ 5 മാർക്കിനും ചോദിക്കാം. പിന്നെ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുന്നത്. ഡെറിവേഷൻ ആൻഡ് പ്രൂഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരുപാട് ഡെറിവേഷൻസ് വരുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു ഡെറിവേഷൻസ് ഓൾറെഡി നമ്മുടെ പേപ്പറിനകത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ആ ഒരു ഡെറിവേഷനും പ്രൂഫും ഒക്കെ അങ്ങനെ തന്നെ പഠിക്കാനായിട്ട് നോക്കുക. ടിപ്പിക്കലി ഒരു 10 മാർക്സ് വരെയാണ് കിട്ടാനുള്ളത്, അതിലും കുറവും ചോദിക്കാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേൺ ആൻഡ് ഗിർലാക്ക് എന്ന് പറഞ്ഞ എസ്സേ ആണ്.
അത് ചോദിക്കും ഉറപ്പായിട്ടും, അങ്ങനെയല്ല, അത് ചോദിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ പിന്നെ നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ മിക്സ്ഡ് ആയിട്ട് ചോദിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ബ്ലോക്ക് 1 മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോഴത്തേക്കും 35% ആണ്, ബ്ലോക്ക് 2 23%, ബ്ലോക്ക് 3 31%. അപ്പൊ അതായത് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതും ബ്ലോക്ക് 1 ബ്ലോക്ക് 3 പഠിച്ചു കഴിയുമ്പോഴാണ്. എന്ന് വിചാരിച്ച് ബ്ലോക്ക് 2 നിങ്ങൾക്ക് വിടാൻ പറ്റില്ല. 23% അതൊന്നും വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ്, ആ രീതിയിൽ വേണം നിങ്ങൾ നോക്കാനായിട്ട്. കണ്ടോ, ടോട്ടൽ ഷെയർ ഓഫ് മാർക്സ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് 1 പഠിച്ചാൽ തന്നെ മോർ ദാൻ പാസ് മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കാരണം 50% മതി, 40% മതി, അത് കൂടുതൽ കിട്ടിക്കഴിഞ്ഞു. അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ബ്ലോക്ക് 3 കൂടെ പഠിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ ഓക്കെ, നല്ല മാർക്ക് എന്തായാലും കിട്ടി. ഇനി അത് കൂടാതെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഓഫ് ക്വാണ്ടം മെക്കാനിക്സിലെ 2 ക്വസ്റ്റനും കൂടെ കിട്ടിയാൽ സുഖമായിട്ട് പേപ്പർ പാസ് ആവണം. അപ്പൊ പിന്നെ എന്താണ് ഇത്ര ബുദ്ധിമുട്ടുള്ളത് പേപ്പർ പാസ് ആവാനായിട്ട്? അതാണ് അതിന്റെ അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ ഇത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ഡിക്ലൈനിങ് ഇൻക്രീസിങ് ട്രെൻഡ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഡെറിവേഷൻ ആൻഡ് പ്രൂഫിന് ഒരു ഇൻക്രീസിങ് ഡിക്ലൈനിങ് ട്രെൻഡ്. നോർമലി ഇതെല്ലാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ന്യൂമറിക്കൽസ്, പ്രൂഫ്, ഡെറിവേഷൻ, എസ് എന്ന് പറയുന്നത് വിത്ത് ഡെറിവേഷൻ പ്രൂഫ് ആയിരിക്കും കേട്ടോ. ഇതൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന്റെ ഫുഡ് നോട്ട്സ് ആണ് ആ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാലോ. അതായത് ഒരു 1.5 മണിക്കൂറിന്റെ പേപ്പറാണ് നിങ്ങൾ എഴുതുന്നത്, അല്ലെങ്കിൽ 2 മണിക്കൂറിന്റെ പേപ്പറാണ് നിങ്ങൾ എഴുതുന്നത് എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ എന്തിനു കൊടുക്കണം? ഡെറിവേഷൻ ആൻഡ് പ്രൂഫിന് കൊടുക്കണം. കാരണം അത് എഴുതി എടുക്കാനായിട്ടുള്ള സമയം വേണം, ആലോചിക്കാനല്ല, എഴുതാനുള്ള സമയമാണ് പറയുന്നത്. ന്യൂമറിക്കൽസിന് കുറച്ചധികം സമയം നമ്മൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഏറ്റവും ലാസ്റ്റ് ഒരു 10 to 5 minutes, ഇതിൽ 5 minutes ആണ് പറയുന്നത്, മേക്ക് ഇറ്റ് 10 minutes. 10 to 5 minutes ഓൾവേസ് ഗീവ് എ ബഫർ ടൈം, സോ ദാറ്റ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ മൊത്തത്തിൽ മാറ്റി എഴുതണം എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ടുള്ള ആംപിൾ ടൈം നിങ്ങൾക്ക് കിട്ടും. ഈ സമയത്തിന്റെ കുറവ് പൊതുവെ നിങ്ങൾ ആരും പറഞ്ഞു കേട്ടിട്ടില്ല, പക്ഷെ എങ്കിലും അതും എക്സ്പെക്റ്റഡ് ആണ്. നല്ല രീതിക്ക് നിങ്ങൾ നല്ല പ്രിപ്പയർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ സമയവും അവിടെ ഒരു ഫാക്ടറാണ്. കാരണം നിങ്ങൾക്ക് ഒരുപാട് ആ അറിയാവുന്നത് മൊത്തം എഴുതി ഫലിപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഓവർ പ്രിപ്പയർഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാലും അണ്ടർ പ്രിപ്പയർഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ടൈം കുറച്ച് പ്രശ്നമാണ്. കറക്റ്റ് രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നിങ്ങൾ റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ വേറെ ഒരു പ്രശ്നവും വരില്ല. യു വിൽ ഗെറ്റ് ഗുഡ് മാർക്സ്. ഫോർ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ആംഗുലർ മൊമെന്റം, ഈഗൻ സ്റ്റേറ്റ് ആൻഡ് ഈഗൻ വെക്ടേഴ്സ്, ജെ സ്ക്വയർ, ജെ സെറ്റ് പ്രോപ്പർട്ടീസ്, ഡിഫൈൻ ദ ലാഡർ ഓപ്പറേറ്റേഴ്സ്, SHO, derive the ground state via A cap, compute probability current density for a given site, SHO ground state expectation of T and V. Expectation of T and V ഒക്കെ പൊതുവേ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കുറെ പേരൊക്കെ അയച്ചു തരുന്നതിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എക്സ്പെക്ടേഷൻ ഓഫ് T and V അത് അതിന്റെ ഫംഗ്ഷൻ തരുന്നത് ഡിഫറെന്റ് ആയിരിക്കും, ബട്ട് ഓവറോൾ സ്റ്റെപ്പ് ഒക്കെ സെയിം ആയിരിക്കും കേട്ടോ. ഇനി de Broglie and phase velocities and group velocity, projection operators, Stern and Gerlach experiment, Heisenberg equation, normalization of psi and expectation value, spectral representation of Hermitian operators. ഇതെല്ലാം ആണ് ചോദിച്ചു കണ്ടിരിക്കുന്നത്. ഇപ്പൊ പറഞ്ഞിരിക്കുന്നതെല്ലാം ഒരു ടേബിൾ ആക്കി അതിന് എത്ര മാർക്കാണ് സ്കോർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. കാരണം മിക്കതും 10 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് 54 അല്ലെങ്കിൽ 54% ആണ് വരുന്നതെങ്കിൽ അല്ലാത്ത ക്വസ്റ്റ്യൻസ് 45% ഉണ്ട്. അതായത് നിയർലി ഈക്വൽ പ്രോബബിലിറ്റി ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ബിക്കോസ് ഓഫ് ദിസ് ഈക്വൽ പ്രോബബിലിറ്റി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പ്രിപ്പറേഷനിൽ എപ്പോഴും ടെർമിനൽ എൻഡിലെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, ഇതൊരു അഡ്വൈസറി പാനലാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്, സ്കെയിൽ ഡിഫറൻസ് കീപ്പ് ചെയ്യുന്നതും എടുക്കുന്നതും ഒക്കെ അത് നിങ്ങളുടെ രീതിക്ക് തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇപ്പൊ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന മെത്തേഡ് തന്നെ ഫോളോ ചെയ്താലും മതി. ഓക്കെ, പിന്നെ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷനിൽ നോക്കുമ്പോഴത്തേക്കും മിക്കതിനും ഹൈ പ്രോബബിലിറ്റി ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സ്റ്റേൺ ആൻഡ് ഗെർലാക്ക് ഓൾറെഡി നമ്മുടെ ആ ഫസ്റ്റ് ടേബിൾ റെഫർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിന്റെ ഒരു ഇന്റൻസിറ്റി എന്താണ്. അതനുസരിച്ചിട്ടുള്ള ടോപ്പിക് പ്രോബബിലിറ്റി എത്ര മാത്രമാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്നുള്ളത്. ഈ വേവ് പാർട്ടിക്കൽ ഡ്യുവാലിറ്റി ഇവിടെ ലോ പ്രോബബിലിറ്റിയിൽ കൊടുത്തെങ്കിലും അതിന്ന് ഒരു ക്വസ്റ്റ്യൻ ലോ പ്രോബബിലിറ്റിയിൽ കൊടുത്തതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ 3 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിയതില് ചിലപ്പോൾ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രമായിരിക്കും ഇത് വന്നിട്ടുണ്ടാവും. പക്ഷെ വന്നിട്ടുണ്ടാവും. അപ്പൊ ഈ ടോപ്പിക്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹൈ പ്രോബബിലിറ്റിയിലുള്ള ടോപ്പിക്സ് ഇതിൽ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും ഹൈ പ്രോബബിലിറ്റിയിലുള്ള ടോപ്പിക്സ് 3-5 പ്രാവശ്യം എഴുതി തന്നെ പഠിക്കുക. മീഡിയം പ്രോബബിലിറ്റിയിലുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. ലോ പ്രോബബിലിറ്റിയിലുള്ളതിന്റെ HP എങ്കിലും വായിച്ചിട്ട് പോവാം. നിങ്ങളുടെ
ഇതിനകത്തുണ്ട് ഹെൽപ്പ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് HB എങ്കിലും വായിച്ചിട്ട് പോകാനായിട്ട് നോക്കണം. ഓക്കെ, അതിന്റെ ഫുഡ് നോട്ട്സും കാര്യങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ 2 hour പേപ്പർ ആണ്, 50 മാർക്സ് ആണ്. ആൻസർ എനി 5 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ടൈം ഇൻഡിപെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഡിറൈവ് ദ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആൻഡ് ഐഡന്റിഫൈ ദ പ്രോബബിലിറ്റി കറന്റ് ഡെൻസിറ്റി. പ്രോബബിലിറ്റി കറന്റ് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് J കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ടൈം ഡിപെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി for a psi of xt is equal to a e raised to minus x by a the whole square e raised to I kx minus omega t, compute the probability current density and comment on its spatial dependence. ഇത് ഒറ്റ ഇതിന്ന് വന്നത് കൊണ്ട് തന്നെ പ്രോബബിലിറ്റി കറന്റ് ഡെൻസിറ്റി അറിയാവുന്ന ഒരാൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത് നല്ലൊരു ഏരിയ ആണ്. ഇതിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മുടെ ഈ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്ത് നോക്കണേ. മേ ബി ഇറ്റ് വിൽ ബി ടഫ്. നിങ്ങൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കമ്പയർ ചെയ്യുമ്പോഴത്തേനും ചിലപ്പോൾ ഒട്ടും കണ്ടുപരിചയമില്ലാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇറ്റ് ഇസ് മൈൻഡ് ടഫാക്കി തന്നെ ഇട്ടിരിക്കുന്നതാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ആ പാർട്ടിക്കിൾ ഓഫ് മാസ് എൻകൗണ്ടേഴ്സ് എ റെക്ടാങ്കുലർ ബാരിയർ പൊട്ടൻഷ്യലിന്റെ ആണ് V0 വിത്ത് വിത്ത് എ വിട്ടുള്ള V0 ഉള്ളത് തന്നിട്ടുണ്ട്. റീജിയൻ സ്റ്റേഷനറി സൊല്യൂഷൻസ് E<V0ലും പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇനി 1 dimensional simple harmonic oscillator with V of x is equal to half m omega square x square. Reduce the time independent Schrodinger equation to its dimensionless form and state acceptable boundary behavior. Obtain the ground and first excited state eigenfunction and identify their parity. Show that the energy spacing is h cut omega. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. ഇനി using the angular momentum ladder operators derive the action J plus or minus ആ ഒരു ഇത് Jm with normalization factors in the subspace J is equal to 1. Construct the explicit matrices Jx, Jy, Jz in 1, 1, 1, 0, 1, minus 1 basis. Verify Jx, Jy is equal to I h cut Jz ആണെന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് using this basis. ഇനി a dagger n is equal to a dagger a show that h is equal to h cut n plus half. പിന്നെ അതിന്റെ എന്താ പറയാ ആ എ ഡാഗറിന്റെ നമ്മുടെ എക്സിന്റെയും എക്സ് സ്ക്വയറിന്റെയും എക്സ്പെക്ടേഷൻ കണ്ടുപിടിച്ചിട്ട് അതിന്റെ വാല്യൂസ് തന്നിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ബ്ലോക്ക് 3 നമ്മുടെ ഹെർമിഷ്യൻ ഓപ്പറേറ്റേഴ്സിന്റെ ആ ഒരു ഓപ്പറേറ്ററിന് വന്നിട്ടുള്ളതാണ്. ഇപ്പൊ നോക്കുമ്പോഴത്തേനും എന്താ പറയാ ഇത് ബ്ലോക്ക് 1, 2 കഴിഞ്ഞ് പിന്നെ 3ലേക്ക് നമ്മൾ കടക്കാം. ഈ ഒരു രീതി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് മിക്സ് ചെയ്തിട്ടേ ചോദിക്കുള്ളൂ. നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി 1, 2, 3 ഇട്ട് കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ സ്റ്റേറ്റ് സ്പെക്ട്രൽ ഡികമ്പോസിഷൻ ഓഫ് ഹെർമിഷ്യൻ ഓപ്പറേറ്റേഴ്സ്, പിന്നെ ഓർത്തോനോർമൽ ബേസിന്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, സെൻട്രൽ പൊട്ടൻഷ്യലിന്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ഞാൻ ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നതാണ് റേഡിയൽ ഇക്വേഷൻ ആൻഡ് ഡിഫൈൻ ദ ഇഫക്റ്റീവ് പൊട്ടൻഷ്യൽ ആൻഡ് ദ സെൻട്രിഫ്യൂഗൽ ടേം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഏരിയയിൽ വന്നപ്പോൾ ബ്ലോക്ക് 2 വന്നപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് ഇത്രയെങ്കിലും എഴുതാലോ. പിന്നെ നമ്മുടെ SXXY SZ എന്ന് പറയുന്നതും പിന്നെ നമ്മുടെ സ്റ്റേൺ ആൻഡ് ഗിർലൈക്ക് എക്സ്പെരിമെന്റ്, ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വരുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ടോട്ടൽ ക്വസ്റ്റ്യൻസ്. 8 ക്വസ്റ്റ്യന് 5 ക്വസ്റ്റ്യൻ എഴുതിയാൽ 10 മാർക്ക് വീതം ഉള്ളതാണ്. ഡിസ്ട്രിബ്യൂഷൻ ആണ് 4, 6 അല്ലെങ്കിൽ 5, 5 എന്നൊക്കെ ഉള്ള രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അപ്പൊ നല്ലപോലെ ശ്രദ്ധിച്ച് കാമായിട്ട് എക്സാം പോയിട്ട് അറ്റൻഡ് ചെയ്യുക. So all the very best from my part and learn wise. Okay, so thank you. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.